ബാറുകളിലും ജീവനക്കാരുടെ ഗുണ്ടായിസം നടക്കുന്നുണ്ട്. മദ്യപിക്കാൻ എത്തുന്നവർ ചെറിയ പ്രശ്നമുണ്ടാക്കിയാൽ പോലും അവരെ തല്ലിച്ചതയ്ക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. കോട്ടയം നഗരത്തിൽ ഒരു ബാറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അക്രമ സംഭവമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. കോട്ടയം അഞ്ജലി പാർക്ക് ബാറിൽ മദ്യപിക്കാൻ എത്തിയവരെ തല്ലിച്ചതച്ചത് അവിടുത്തെ ജീവനക്കാരാണ്. സംഭവത്തിൽ പോലീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ജീവനക്കാരെ മദ്യപിക്കാനെത്തിയവരെ ജീവനക്കാർ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച കോട്ടയത്ത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ബാറുകളിൽ, കടുത്തുരുത്തിയിലെ ഒരു ബാറിൽ കഴിഞ്ഞ ദിവസം ഒരു ജീവനക്കാർ പരസ്പരം തമ്മിൽ തല്ലുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. കൊച്ചിയിലെ ബാറിൽ ഒരു വെടിവെപ്പൊക്കെ ഉണ്ടാകുന്ന സംഭവം, ഇത് ഈ ബൗൺസേഴ്സ് എന്ന പേരിൽ ഈ ജീവനക്കാര് കാണിക്കുന്നൊരു ഗുണ്ടായിസത്തിന്റെ ഭാഗമാണോ ഈ സംഭവങ്ങളൊക്കെ? തീർച്ചയായും അങ്ങനെ വേണം മനസ്സിലാക്കാൻ. സാധാരണ ഇത്തരം ബാറുകളിലൊക്കെ ബൗൺസേഴ്സ് എന്ന പേരിൽ തന്നെ ഇത്തരം ആളുകളെ നിയമിക്കുന്നു. അതായത് മദ്യപിക്കുന്നവരെ അവരെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ മെരുക്കാൻ വേണ്ടിയാണ് ഇത്തരം നടപടികൾ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തായാലും ഇന്നലെ ബാറിലെ ജീവനക്കാർ ചേർന്ന രണ്ടുപേരെ, അവർ മുംബൈ സ്വദേശികളാണ്, ഇവർ രണ്ടുപേരെയും ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കൃത്യമായ വിവരങ്ങൾ. പ്രത്യേകിച്ച് ഇവരുടെ തലയ്ക്കും മറ്റും അടിയേറ്റിട്ടുണ്ട്, ചെവിക്ക് അടിയേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 8:30യോടുകൂടിയാണ് കോട്ടയം നഗരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ബാറിൽ ഇവർ കോട്ടയത്തെ ഒരു സ്ഥാപനത്തിൽ ചെരുപ്പുകൾ എത്തിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവർമാരായിരുന്നു. അവർ ഇവിടെ എത്തിച്ച ശേഷം ഈ ബാറിൽ കയറി മദ്യപിച്ചു. ആ മദ്യത്തിനിടെ ജീവനക്കാരുമായി തർക്കമുണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ജീവനക്കാർ ഇവരെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതി. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ രണ്ടുപേരും മുംബൈ സ്വദേശികളാണ്. ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സെൻട്രൽ ജംഗ്ഷനിലുള്ള ഓട്ടോ സ്റ്റാൻഡിലെത്തി ഇവർ ഓട്ടോ ഡ്രൈവർമാരെ വിവരം അറിയിക്കുന്നു. അവരാണ് പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് ഈ ബാറിലെത്തി പരിശോധന നടത്തുകയൊക്കെ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഇവർക്കെതിരെ കേസൊന്നും രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നാണ് പരാതി. തുടർന്നാണ് പിന്നീടാണ് ഇവരുടെ പരാതിയൊക്കെ സ്വീകരിച്ച ശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഈ അക്രമത്തിനെതിരെ ബാർ ജീവനക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമീപനമാണ് ഉണ്ടായത്. എന്തായാലും വിവിധ മറ്റ് സംസ്ഥാനങ്ങൾ, മുംബൈയിൽ നിന്നുള്ളവരാണ് രണ്ടുപേർ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇത് ടോം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കടുത്തുരുത്തിയിലെ ബാറിലുണ്ടായ സംഭവം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അവിടെ രണ്ട് മുതലാളിമാർ, അതായത് മാനേജർ തന്നെ തൊഴിലാളിയെ മർദ്ദിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒരു ഗുണ്ടാ സമാനമായ സാഹചര്യം ഇത്തരം സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ടോം. പക്ഷെ ശ്രീജിത്ത്, ഈ കോട്ടയം അഞ്ജലി പാർക്ക് ബാറിലെ ഇതിനു മുൻപും ബാറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. അവിടുത്തെ ജീവനക്കാർക്കെതിരെ ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ളവരാണ് അവിടുത്തെ ജീവനക്കാരെന്ന് പറയുന്നു. അവർക്കെതിരെ പോലീസ് ഇതിന് മുൻപ് നടപടികൾ സ്വീകരിച്ചതാണ്. ഈ യഥാർത്ഥത്തിൽ ഈ ക്രിമിനൽ സംഘങ്ങളെയാണോ, ഗുണ്ടാ സംഘങ്ങളെയാണോ ഇത്തരം ബാറുകളൊക്കെ അവിടെ ജീവനക്കാരായി വെക്കുന്നത്? ടോം, തീർച്ചയായും അക്കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു ആരോപണമായി നമുക്ക് പറയാൻ കഴിയില്ല. അത് പോലീസാണ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഈ അടികൊള്ളുന്നവർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഗുണ്ടാ ബന്ധമുള്ളവരാണ് അല്ലെങ്കിൽ ഗുണ്ടകളാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇവരുടെ ഒരു ഈ തിരിച്ചുള്ള അക്രമത്തിന്റെ രീതികൾ പരിശോധിച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പക്ഷെ സമാനമായ സ്ഥിതി അപ്പുറത്തും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, അതിരമ്പുഴയിലെ സ്റ്റാർ കള്ള് ഷാപ്പിൽ ഉണ്ടായ അക്രമം, അത് മദ്യലഹരിയിൽ, കഞ്ചാവ് ലഹരിയിൽ വന്ന അതിക്രമം നടത്തിയത് 2-3 മാസം മുൻപാണ്. അതിന് പിന്നാലെ ഈ കുഴിവേലിപ്പടിയിലെ കള്ളു ഷാപ്പിൽ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ക്രൈമിൽ റിപ്പോർട്ട് ചെയ്തതാണ്. 4 ദിവസം മുൻപുണ്ടായ സംഭവം. ഒരു 4-അംഗ സംഘം എത്തി അവിടുത്തെ പണമെടുക്കാൻ ശ്രമിക്കുക, അവിടുത്തെ പണം എടുത്തുകൊണ്ട് പോവുകയും അവിടുത്തെ അടിയെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ എല്ലാ CCTV തെളിവുകൾ പുറത്തു വന്നതാണ്. അപ്പോൾ ഒരു വിഭാഗം മാത്രമല്ല ഒരു അക്രമം നടത്തുന്നതെന്ന് പറയേണ്ടി വരും. ഇതൊരു മദ്യത്തിന്റെ ലഹരിയിൽ എന്താണ് അവിടെ ഉണ്ടാകുന്നത്, വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് അത് ഒരു സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒരു പരിധിവരെ ബാറുടമകൾ അതിനെ പ്രതിരോധിക്കാൻ എന്നവണ്ണമായിരിക്കണം ഇങ്ങനെയുള്ള ആളുകളെ നിയമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതൊരു തരത്തിലും യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇത്തരം
അക്രമങ്ങൾ എന്നതാണ് ആകെ പറയാനുള്ളത്. അതല്ലാതെ വന്ന മദ്യപിച്ച് മടങ്ങുന്ന സമാധാനത്തോടെ വന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുൾപ്പെടെ ഒരു വലിയ ഭീഷണിയായി ഇത്തരം അക്രമ സംഭവങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. പോലീസിന്റെ തുടർ നടപടികൾ, ശക്തമായ നടപടികളാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. എന്തായാലും ഇന്നലത്തെ സംഭവത്തിൽ മർദ്ദനം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പോലീസ് ഈ ബാർ ഉടമകൾക്കെതിരെ അവരുടെ ഈ മുംബൈ സ്വദേശികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടന്നത്. എന്തായാലും ഈ ബാറുകളിൽ ഉണ്ടാകുന്ന സംഘർഷം ഒരു തുടർക്കഥയായി മാറുകയാണ്, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ. ടോം. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ജില്ലയിലെ ബാറുകളിൽ അക്രമ സംഭവങ്ങൾ പതിവാകുന്നതോടെ പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അവിടുത്തെ ജീവനക്കാരാണ്. ജീവനക്കാരുടെ ഗുണ്ടായിസമാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നാണ് പ്രധാനമായും ഉയർന്നുവരുന്ന ആരോപണം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്.